Hi, hello dear friends. Welcome back to Amaze Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻസിലെ ടിംബറിന്റെ പാർട്ട് 3 ക്വിക്ക് റിവിഷൻ സീരീസ് ആണ്. പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ക്വിക്ക് റിവിഷൻ സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് ഇറ്റ്. സോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ടിംബറിന്റെ പാർട്ട് 2 ക്വിക്ക് റിവിഷൻ സീരീസ് ഡിസ്കസ് ചെയ്തപ്പോൾ വാട്ടർ സീസണിംഗ് നാച്ചുറൽ സീസണിംഗിന്റെ ക്ലാസിഫിക്കേഷനിലാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഐ എം എക്സ്ട്രീംലി സോറി, വാട്ടർ സീസണിംഗ് ആർട്ടിഫിഷ്യൽ സീസണിംഗിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. So please do note that and sorry for the inconvenience. Thank you. ടിംബറിന്റെ പാർട്ട് 3 ക്വിക്ക് റിവിഷൻ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫെക്ട്സ് ഇൻ ടിംബർ ആണ്. ടിംബറിൽ 5 ടൈപ്പ് ഓഫ് ഡിഫെക്ട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഡിഫെക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ, സെക്കൻഡ് വൺ ഇസ് ഡിഫെക്ട്സ് ഡ്യൂ ടു ഫംഗൈ, തേർഡ് വൺ ഇസ് ഡിഫെക്ട്സ് ഡ്യൂ ടു ഇൻസെക്ട്സ്, ഫോർത്ത് വൺ ഡിഫെക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് ആൻഡ് ഫിഫ്ത് വൺ ഡിഫെക്ട്സ് ഡ്യൂ ടു സീസണിംഗ്. ഡിഫെക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ. During converting timber to commercial form, this type of defects may occur. Is defects due to conversion. ടിംബറിനെ കമേഴ്ഷ്യൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫെക്ട്സ് ആണ് ഡിഫെക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ. ഡിഫെക്ട്സ് ഡ്യൂ ടു കൺവേർഷനിൽ 4 ഡിഫെക്ട്സ് ആണ് വരുന്നത്: ചിപ്പ് മാർക്ക്, ടോൺ ഗ്രെയിൻ, ഡയഗണൽ ഗ്രെയിൻ ആൻഡ് വെയിൻ. This defect is indicated by marks placed by chips on the finished surface of timber is chip mark. ടിംബറിന്റെ ഫിനിഷ്ഡ് സർഫസിൽ ചിപ്പിംഗ് മെഷീൻ കാരണം ഉണ്ടാവുന്ന മാർക്സ് ആണ് ചിപ്പ് മാർക്ക്. This defect is caused when a small depression is formed on the finished surface of timber by falling of a tool or saw is torn grain. ടിംബറിന്റെ ഫിനിഷ്ഡ് സർഫസിൽ ഒരു ടൂൾ വന്ന് വീണതുകൊണ്ട് ഒരു സ്മോൾ ഡിപ്രഷൻ വല്ലതും ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിഫെക്റ്റിനെയാണ് ടോൺ ഗ്രെയിൻ എന്ന് പറയുന്നത്. ദിസ് ഡിഫെക്റ്റ് ഇസ് ഫോംഡ് ഡ്യൂ ടു ഇംപ്രോപ്പർ സോയിങ് ഓഫ് ടിംബർ ആൻഡ് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ഡയഗണൽ മാർക്ക് ഓൺ ദ സ്ട്രേറ്റ് ഗ്രെയിൻഡ് സർഫസ് ഓഫ് ടിംബർ ഇസ് ഡയഗണൽ ഗ്രെയിൻ. ടിംബറിന്റെ ഫിനിഷ്ഡ് സർഫസിൽ ഇംപ്രോപ്പർ സോയിങ് കാരണം ഡയഗണൽ മാർക്സ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിഫെക്റ്റിനെയാണ് ഡയഗണൽ ഗ്രെയിൻ എന്ന് പറയുന്നത്. ദിസ് ഡിഫെക്റ്റ് ഇസ് ഡിനോട്ടഡ് ബൈ പ്രസൻസ് ഓഫ് ഒറിജിനൽ റൗണ്ടഡ് സർഫസ് ഓൺ ദ മാനുഫാക്ചർഡ് പീസ് ഓഫ് ടിംബർ ഇസ് വെയിൻ. മാനുഫാക്ചർഡ് പീസ് ഓഫ് ടിംബറിൽ വുഡിൽ കാണുന്ന ഒറിജിനൽ റൗണ്ടഡ് സർഫസ് കാണുന്നുണ്ടെങ്കിൽ ആ ഡിഫെക്റ്റിനെയാണ് വെയിൻ എന്ന് പറയുന്നത്. ക്വിക്ക് റിവിഷൻ സീരീസിന്റെ നോട്ട്സ് നിങ്ങളുടെ ഓവർസിയർ ടെസ്റ്റ് സീരീസിന്റെ കൂടെ നമ്മുടെ അമേസ് അക്കാഡമി ആപ്പിൽ PDF ഫോർമാറ്റിൽ അവൈലബിൾ ആണ്. സോ ഈ നോട്ട്സ് കിട്ടാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും അമേസ് അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡിഫെക്ട്സ് ഡ്യൂ ടു ഫംഗൈ. ഫംഗൈ അറ്റാക്ക് ടിംബർ only when the moisture content of timber is above 20%. 20%ൽ കൂടുതൽ മോയ്സ്ചർ കണ്ടന്റ് ഉള്ളപ്പോഴാണ് ഫംഗൈ ടിംബറിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഡിഫെക്ട്സ് ഡ്യൂ ടു ഫംഗൈ 7 ടൈപ്സ് ഉണ്ട്. സോ ലെറ്റ്സ് സീ ദം വൺ ബൈ വൺ. ദ സാപ്പ് ഓഫ് വുഡ് ഇസ് stained to bluish color by the action of certain type of fungi is blue stain. ചില ഫംഗസ് വുഡിന്റെ സാപ്പിനെ ബ്ലൂയിഷ് കളറാക്കി മാറ്റും. ഈ ഡിഫെക്റ്റ് ആണ് ബ്ലൂ സ്റ്റെയിൻ. ദ ഫംഗൈ ഓഫ് certain types remove cellulose compound from wood and hence the wood assumes the brown color. This is known as brown rot. ചില ഫംഗസ് വുഡിൽ നിന്നും സെല്ലുലോസ് കോമ്പൗണ്ടിനെ റിമൂവ് ചെയ്യുകയും വുഡിനെ ഒരു ബ്രൗൺ കളറാക്കി മാറ്റും. ഈ ഡിഫെക്റ്റ് ആണ് ബ്രൗൺ റോട്ട്. Formed when a branch has come out of a tree. It occurs when heartwood is exposed to atmospheric agent is heart rot. ഹാർട്ട് റോട്ട് ഉണ്ടാവുന്നത് ട്രീയിൽ നിന്നൊരു ബ്രാഞ്ച് പുറത്തേക്ക് വീഴുകയും അതിലെ ഹാർട്ട് വുഡ് അറ്റ്മോസ്ഫിയറിക് ഏജന്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയും ചെയ്യുമ്പോഴാണ് ഹാർട്ട് റോട്ട് ഉണ്ടാവുന്നത്. ദ സാപ്പ് വുഡ് ലൂസസ് ഇറ്റ്സ് കളർ. ദിസ് ഇസ് നോൺ ആസ് സാപ്പ് സ്റ്റെയിൻ. ടിംബറിന്റെ സാപ്പ് വുഡ് അതിന്റെ കളർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഡിഫെക്റ്റ് ആണ് സാപ്പ് സ്റ്റെയിൻ. ദ ഫംഗൈ ഓഫ് certain types feed on wood and during feeding they attack on wood and convert it into powder form. This is known as dry rot. ചില ഫംഗസ് വുഡിനെ അറ്റാക്ക് ചെയ്യും അതിനെ പൗഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ ഡിഫെക്റ്റ് ആണ് ഡ്രൈ റോട്ട്. ആൻഡ് ഡ്രൈ റോട്ട് മേ ബി പ്രിവെന്റഡ് ബൈ യൂസിങ് വെൽ സീസൺ ടിംബർ ഫ്രീ ഫ്രം സാപ്പ്. സാപ്പ് ഇല്ലാത്ത വെൽ സീസൺ ടിംബർ യൂസ് ചെയ്ത് ഡ്രൈ റോട്ടിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. Some varieties of fungi causes chemical decomposition of wood on timber. In doing so,
Timber is converted into a grayish brown color. This is known as wet rot. ചില ഫംഗസ് വുഡിൽ കെമിക്കൽ ഡീകോമ്പോസിഷൻ നടത്തുകയും വുഡിനെ ഒരു ഗ്രേയിഷ് ബ്രൗൺ കളറാക്കി മാറ്റും. ഈ ഡിഫക്റ്റ് ആണ് വെറ്റ് റോട്ട്. The fungi of certain types remove lignin compound from wood and hence the wood assumes the white color. This is known as white rot. ചില ഫംഗസ് വുഡിൽ നിന്നും ലിഗ്നിൻ കോമ്പൗണ്ടിനെ റിമൂവ് ചെയ്യുകയും വുഡിനെ ഒരു വൈറ്റ് കളറാക്കി മാറ്റും. ഈ ഡിഫക്റ്റ് ആണ് വൈറ്റ് റോട്ട്. Defects due to seasoning. When a piece of timber has twisted out of shape, it is said to have warp. ഒരു ടിമ്പർ അതിന്റെ ഷേപ്പിൽ നിന്നും ട്വിസ്റ്റ് ഔട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് വാർപ്പ്. The defect is indicated by curvature formed in the direction of the length of the timber is bow. ടിമ്പറിന്റെ ലെങ്ത് വൈസ് ഡയറക്ഷനിൽ കർവ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിഫക്റ്റിനെ പറയുന്നതാണ് ബോ. ക്രാക്ക് വിച്ച് സെപ്പറേറ്റ്സ് ഫൈബേഴ്സ് ഓഫ് വുഡ് ഇസ് ചെക്ക്. വുഡിന്റെ ഫൈബേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ക്രാക്കിനെ പറയുന്നതാണ് ചെക്ക്. ദിസ് ഡിഫക്റ്റ് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ കർവേച്ചർ ഫോംഡ് ഇൻ ദ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ഓഫ് ടിമ്പർ ഇസ് കപ്പ്. ടിമ്പറിന്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കർവ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിഫക്റ്റിനെ പറയുന്നതാണ് കപ്പ്. Cracks forming from outer surface to inward is radial shakes. ടിമ്പറിന്റെ ഔട്ടർ സർഫസിൽ നിന്നും ഇൻവേർഡിലേക്ക് ക്രാക്സ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിഫക്റ്റിനെ പറയുന്നതാണ് റേഡിയൽ ഷേക്സ്. When a check extends from one end to the other, it is known as split. ടിമ്പറിന്റെ വൺ എൻഡിൽ നിന്നും മറ്റേ എൻഡ് വരെ ചെക്ക് അഥവാ ക്രാക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഡിഫക്റ്റിനെ പറയുന്നതാണ് സ്പ്ലിറ്റ്. When a piece of timber has spirally distorted along its length, it is known as ട്വിസ്റ്റ്. ടിമ്പർ അതിന്റെ ലെങ്തിന് അലോങ് ആയിട്ട് സ്പൈറലി ഡിസ്റ്റോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഡിഫക്റ്റിനെ പറയുന്നതാണ് ട്വിസ്റ്റ്. ഡിഫക്ട്സ് ഡ്യൂ ടു സീസണിംഗിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഡിഫക്ട്സ് ആണ് കൊലാപ്സ്, കേസ് ഹാർഡനിങ് ആൻഡ് ഹണികോംബിംഗ്. സോ ലെറ്റ്സ് സീ ദം വൺ ബൈ വൺ. The exposed surface of timber dries very rapidly. It therefore shrinks and is under compression. The interior surface which has not completely dried is under tension. This defect is known as case hardening. ചില കേസിൽ ടിമ്പറിനെ ഡ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എക്സ്പോസ്ഡ് സർഫസ് പെട്ടെന്ന് ഡ്രൈ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ സർഫസ് ഷ്രിങ്ക് ചെയ്യപ്പെടുകയും അത് കംപ്രഷനിലായിരിക്കും. പക്ഷേ ടിമ്പറിൻ്റെ ഉള്ളിലുള്ള സർഫസ്, ഇൻറ്റീരിയർ സർഫസ് പെട്ടെന്ന് ഡ്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് ടെൻഷനിലായിരിക്കും. ഈ ഡിഫക്റ്റിനെയാണ് കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. ഡ്യൂ ടു അൺഈവൻ ഷ്രിങ്കേജ് ദ വുഡ് സംടൈംസ് ഫ്ലാറ്റൻസ് ഡ്യൂറിങ് ഡ്രൈയിങ്. ദിസ് ഇസ് നോൺ ആസ് കൊലാപ്സ്. ചില കേസിൽ ടിമ്പറിൽ അൺഈവൻ ഷ്രിങ്കേജ് കാരണം ടിമ്പർ ഫ്ലാറ്റൻ ചെയ്യപ്പെടും ഡ്രൈ ചെയ്യുന്ന സമയത്ത്. ഈ ഡിഫക്റ്റിനെയാണ് കൊലാപ്സ് എന്ന് പറയുന്നത്. ഡ്യൂ ടു സ്ട്രെസ്സസ് ഡെവലപ്പ് ഡ്യൂറിങ് ഡ്രൈയിങ്, the various radial and circular cracks in the interior portion of the timber. This defect is known as honeycombing. ചില കേസസിൽ ടിമ്പറിനെ ഡ്രൈ ചെയ്യുന്ന സമയത്ത് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഈ സ്ട്രെസ് കാരണം ടിമ്പറിന്റെ ഇന്റീരിയർ പോർഷനിൽ റേഡിയലും സർക്കുലർ ക്രാക്സും ഡെവലപ്പ് ചെയ്യപ്പെടും. ഈ ഡിഫക്റ്റിനെയാണ് ഹണികോംബിംഗ് എന്ന് പറയുന്നത്. ഡിഫക്ട്സ് ഡ്യൂ ടു ഇൻസെക്ട്സ്. ഡിഫക്ട്സ് ഡ്യൂ ടു ഇൻസെക്ട്സ് ആർ മെയിൻലി കോസ്ഡ് ബൈ ബീറ്റിൽസ്, മെറൈൻ ബോസ് ആൻഡ് ടെർമൈറ്റ്സ്. ബീറ്റിൽസ് അറ്റാക്ക് വുഡ് ഫോർ ഫുഡ്. ബീറ്റിൽസ് വുഡിനെ അറ്റാക്ക് ചെയ്യുന്നത് ഫുഡിന് വേണ്ടിയിട്ടാണ്. മെറൈൻ ബോസ് അറ്റാക്ക് വുഡ് ഫോർ ഷെൽട്ടർ. മെറൈൻ ബോസ് വുഡിനെ അറ്റാക്ക് ചെയ്യുന്നത് ഷെൽട്ടറിന് വേണ്ടിയിട്ടാണ്. ടെർമൈറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് വൈറ്റ് ആൻഡ്സ്. ടെർമൈറ്റ്സിന്റെ മറ്റൊരു പേരാണ് വൈറ്റ് ആൻഡ്സ്. ടീക്ക് ഹാസ് റെസിസ്റ്റൻസ് ടുവേർഡ്സ് ദ അറ്റാക്ക് ഓഫ് ടെർമൈറ്റ്സ്. ടെർമൈറ്റ്സിൽ നിന്നുള്ള അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാൻ ടീക്കിന് റെസിസ്റ്റൻസ് ഉണ്ട്. ക്വിക്ക് റിവിഷൻ സീരീസിന്റെ നോട്ട്സ് നിങ്ങളുടെ ഓവർസിയർ ടെസ്റ്റ് സീരീസിന്റെ കൂടെ നമ്മുടെ അമീസ് അക്കാഡമി ആപ്പിൽ PDF ഫോർമാറ്റിൽ അവൈലബിൾ ആണ്. സോ ഈ നോട്ട്സ് കിട്ടാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും അമീസ് അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. Last one is defects due to natural forces. Defect formed when a tree has received shock or injury in its young age is burls. ട്രീക്ക് അതിന്റെ യങ്ങർ ഏജിൽ ഷോക്കോ ഇഞ്ചുറിയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിഫക്റ്റിനെ പറയുന്നതാണ് ബേൾസ്. ബേൾസ് ആർ ഓൾസോ നോൺ ആസ് എക്സ്ക്രീസൻസ്. ബേൾസിന്റെ മറ്റൊരു പേരാണ് എക്സ്ക്രീസൻസ്. Defect which indicates soft tissues or skin which covers the wound of a tree is callus.
ട്രീയുടെ വൂണ്ടിനെ കവർ ചെയ്യുന്ന സ്കിന്നിനെയോ സോഫ്റ്റ് ടിഷ്യൂസിനെയോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡിഫക്റ്റിനെ പറയുന്നതാണ് കാലസ്. The wood is sometimes discolored by the chemical action caused with it by some external agency is chemical stain. ചില കേസസിൽ ചില എക്സ്റ്റേണൽ ഏജൻസീസ് കാരണം കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കും. ഇത് കാരണം വുഡിൽ ഡിസ്കളറേഷൻ ഉണ്ടാവും. ഇതിനെയാണ് കെമിക്കൽ സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഇഫ് എ ട്രീ ഗ്രോസ് റാപ്പിഡ്ലി ദ ആനുവൽ റിംഗ്സ് ആർ വൈഡൻഡ് ആൻഡ് ഇറ്റ് possesses less strength is coarse grain. ചില കേസസിൽ ട്രീ വളരെ പെട്ടെന്ന് വളരുകയും ആനുവൽ റിംഗ്സ് വൈഡൻ ചെയ്യപ്പെടുകയും ലെസ് സ്ട്രെങ്ത് പൊസസ് ചെയ്യപ്പെടും. ഇതാണ് കോഴ്സ് ഗ്രെയിൻ. ദ ടിംബർ വിച്ച് ഇസ് ഒബ്റ്റെയിൻ ഫ്രം ഡെഡ് സ്റ്റാൻഡിംഗ് ട്രീ കണ്ടെയ്ൻസ് ഡെഡ് വുഡ്. ഡെഡ് സ്റ്റാൻഡിംഗ് ട്രീയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ടിംബറിനെ പറയുന്നതാണ് ഡെഡ് വുഡ്. ഡിഫക്റ്റ് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ വൈറ്റ് ഡീക്കേഡ് സ്പോട്സ് വിച്ച് ആർ കൺസീൽഡ് ബൈ ഹെൽത്തി വുഡ് ഇസ് ഡ്രക്സിനെസ്. ഹെൽത്തി വുഡിൽ വൈറ്റ് ഡീക്കേഡ് സ്പോട്ട് കാണുന്നുണ്ടെങ്കിൽ ആ ഡിഫക്റ്റിനെ പറയുന്നതാണ് ഡ്രക്സിനെസ്. Defect is indicated by red or yellow tinge in wood or reddish brown stains or spots round the pith of the tree discoloring the timber is foxiness. വുഡിൽ റെഡ് ഓർ യെല്ലോ ടിഞ്ച് കാണുകയോ അല്ലെങ്കിൽ ട്രീയുടെ പിത്തിന് ചുറ്റും റെഡിഷ് ബ്രൗൺ സ്റ്റെയിൻസോ സ്പോട്ട്സോ കാണുകയാണെങ്കിൽ ആ ഡിഫക്റ്റിനെ പറയുന്നതാണ് ഫോക്സിനെസ്. പെക്യുലർ കർവ്ഡ് സ്വെല്ലിംഗ് ഫൗണ്ട് ഓൺ ദ ബോഡി ഓഫ് എ ട്രീ ഇസ് നോൺ ആസ് റിൻഗോൾ. ട്രീയുടെ ബോഡിയിൽ കർവ്ഡ് സ്വെല്ലിംഗ് കാണുകയാണെങ്കിൽ ആ ഡിഫക്റ്റിനെ പറയുന്നതാണ് റിൻഗോൾ. ദ പോർഷൻ ഫ്രം വിച്ച് ബ്രാഞ്ചസ് റിമൂവ്ഡ് receives nourishment from the stem for a pretty long time and it ultimately results in the formation of dark hard rings which are known as knots. ചില കേസസിൽ ട്രീയിൽ നിന്നും ബ്രാഞ്ചസ് ഇളകിപ്പോയാലും ആ ബ്രാഞ്ചസ് പോയ പോർഷനിലേക്ക് കുറെ നാളത്തേക്ക് സ്റ്റെമ്മിൽ നിന്നും നറിഷ്മെന്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് കാരണം അവിടെ ഡാർക്ക് ഹാർഡ് റിങ്സ് ഫോം ചെയ്യും. ഇതിനെയാണ് നോട്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് നോട്ട്സിനെ അതിന്റെ ഡയാമീറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിങ്ക് നോട്ട്, സ്മോൾ നോട്ട്, മീഡിയം നോട്ട് ആൻഡ് ലാർജ് നോട്ട്. പിങ്ക് നോട്ടിന്റെ ഡയാമീറ്റർ 6 mm കാട്ടിയും ലെസ് ആയിരിക്കും. സ്മോൾ നോട്ടിന്റെ ഡയാമീറ്റർ 6 to 20 mm, മീഡിയം നോട്ടിന്റെ ഡയാമീറ്റർ 20 to 40 mm and large നോട്ടിന്റെ ഡയാമീറ്റർ greater than 40 mm. Defects caused by twisting of young trees by fast blowing wind is twisted fibers. Fast blowing wind കാരണം young treesലെ twisting സംഭവിക്കുകയാണെങ്കിൽ ആ ഡിഫക്റ്റ് ആണ് twisted fibers. Cracks which partly or completely separates the fibers of wood is shakes. വുഡിന്റെ ഫൈബേഴ്സിനെ പാർട്ട്ലിയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ക്രാക്സിനെ പറയുന്നതാണ് ഷേക്സ്. ഇറഗുലർ ക്രാക്സ് ഫോംഡ് ഇൻ ആനുലാർ റിംഗ്സ് ഇസ് കപ്പ് ഷേക്സ്. ആനുലാർ റിംഗ്സിൽ ഇറഗുലർ ക്രാക്സ് ഫോം ചെയ്യുകയാണെങ്കിൽ അതാണ് കപ്പ് ഷേക്സ്. One annular ring separates totally from other ring in ring shape. ഒരു ആനുലാർ റിംഗ് മറ്റു ആനുലാർ റിംഗിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതാണ് റിംഗ് ഷേക്ക്. ക്രാക്സ് ഫോം ഫ്രം പിത്ത് ടു ഔട്ട്വേർഡ് ഇസ് ഹാർഡ് ഷേക്ക്. ടിംബറിന്റെ പിത്തിൽ നിന്നും ഔട്ട്വേർഡ് വരെ ക്രാക്ക് ഫോം ചെയ്യുകയാണെങ്കിൽ അതാണ് ഹാർഡ് ഷേക്ക്. ക്രാക്സ് ഫോം ഫ്രം ഔട്ടർ സർഫസ് ടു ഇൻവേർഡ് ഇസ് റേഡിയൽ ഷേക്ക്. ടിംബറിന്റെ ഔട്ടർ സർഫസിൽ നിന്നും ഇൻവേർഡ് വരെ ക്രാക്സ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് റേഡിയൽ ഷേക്സ്. ക്രാക്സ് ഫോമിംഗ് ഫ്രം ഔട്ടർ സർഫസ് ടിൽ സാപ്പ് ഇസ് സ്റ്റാർ ഷേക്സ്. ടിംബറിന്റെ ഔട്ടർ സർഫസിൽ നിന്നും സാപ്പ് വരെ ക്രാക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റാർ ഷേക്സ്. വുഡ് ഫൈബേഴ്സ് വിച്ച് ആർ ഇൻജേർഡ് ബൈ crushing or compression is upset. ക്രഷിങ്ങോ കംപ്രഷനോ കാരണം വുഡ് ഫൈബേഴ്സിന് ഇഞ്ചുറി സംഭവിച്ചാൽ അത് അപ്സെറ്റ്. അപ്സെറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് റപ്ചേഴ്സ്. അപ്സെറ്റ്സിന്റെ മറ്റൊരു പേരാണ് റപ്ചേഴ്സ്. The wood is sometimes discolored when it comes in contact with water is water stain. ചില സമയത്ത് വുഡ് വാട്ടറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഡിസ്കളറേഷൻ സംഭവിക്കും. ഈ ഡിഫക്റ്റ് ആണ് വാട്ടർ സ്റ്റെയിൻ. Wood is exposed to atmospheric agencies. Its exterior surface shrinks. These are known as wind cracks. ചില സമയത്ത് വുഡ് അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ വുഡിന്റെ എക്സ്റ്റീരിയർ സർഫസ് ഷ്രിങ്ക് ചെയ്യപ്പെടും. ഈ ഡിഫക്റ്റ് ആണ് വിൻഡ് ക്രാക്സ്. So that's all about part 3 of timber. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം നിങ്ങളുടെ സജഷൻസും കമന്റ്സും ക്ലാരിഫിക്കേഷൻസും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. So thank you dear friends. See you in the next video. Take care. Bye bye.